ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനൊന്ന് കാണിക്കുന്നത്. ബാക്കി ചപ്പാത്തി ഒക്കെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മളത് കൊത്ത് ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊതുവെ ഉണ്ടാക്കാറ്. മുട്ടയൊക്കെ ഇട്ടിട്ടാണ് കൊത്ത് ചപ്പാത്തി അങ്ങനെയുള്ള അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഞാൻ അതുകൊണ്ട് പിസ്സയാണ് ഉണ്ടാക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ കുട്ടികൾക്കൊക്കെ പൊതുവെ ഇങ്ങനെ ഇതുകൊണ്ട് പിസ്സ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഈ സമയത്തൊക്കെ ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാനൊക്കെ പിസ്സ വാങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്, റിസ്ക്കാണ്. അപ്പോൾ ഈ സമയത്ത് ഇതേപോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങി കഴിക്കാൻ തോന്നില്ല. അത്രയും നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വെറും 5 മിനിറ്റ് മതി ഉണ്ടാക്കാൻ, അധികം കഷ്ടപ്പാടൊന്നുമില്ല. അപ്പോൾ ഒരു പിസ്സ ഉണ്ടാക്കാൻ 2 ചപ്പാത്തിയാണ് കേട്ടോ വേണ്ടത്. അപ്പോഴാണ് ആ കട്ടി ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഇതുപോലൊരു ചപ്പാത്തി വയ്ക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ചീസ് ഇടുക. ഞാനിപ്പോൾ മൊസറല്ല ചീസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ അതിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ അതിങ്ങനെ ഒരു നൂല് പോലെ കട്ട് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണ്, ചീസ് സ്പ്രെഡാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചീസ് നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ, സ്ലൈസ് ആണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ചീസ് കിട്ടും, അല്ലെങ്കിൽ മൊസറല്ല ചീസ് മേടിച്ചിട്ട് ഗ്രേറ്റ് ചെയ്താലും മതി. അതൊക്കെ നമുക്ക് ഏത് ചീസും നമുക്കിതിന് യൂസ് ചെയ്യാം. മൊസറല്ല ചീസ് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര വേണ്ട മൊസറല്ല ചീസ് വെച്ചാൽ അത്രയും സ്പ്രെഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അമൂലിൻ്റെ മൊസറല്ല ചീസാണ്. ഇതിങ്ങനെ പാക്കറ്റിൽ ഇപ്പോൾ ഇവിടെയൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വെതറി കൊടുക്കാൻ മാത്രമേ വേണ്ടൂ. ഞാനിപ്പോൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് കുറച്ച് ഇങ്ങനെ ഇതിൻ്റെ മീതെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അധികമൊന്നും വേണ്ട. എന്നിട്ട് മറ്റേ ചപ്പാത്തി, രണ്ടാമത്തെ ചപ്പാത്തി ഇതിൻ്റെ മീതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ ചപ്പാത്തി രണ്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ ആദ്യം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ അത് ഒരു സ്പൂൺ ഒന്ന് പുരട്ടി സ്പ്രെഡ് ചെയ്തതിൻ്റെ ശേഷം മാത്രം മൊസറല്ല ചീസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം കുറച്ച് സോസ്, ഒരു സ്പൂൺ മതി, പിസ്സ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഏതെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മീതെ ഇതേപോലെ തന്നെ ചീസൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിതിൽ യൂസ് ചെയ്യുന്നത് ടൊമാറ്റോ കെച്ചപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിസ്സ സോസൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പിസ്സ സോസ് കുറച്ച് യൂസ് ചെയ്തോളൂ. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് രണ്ടും കൂടിയിട്ട് യൂസ് ചെയ്താൽ നല്ലതാണ്. ഇനിയിപ്പോൾ ഇല്ലാച്ചാൽ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഏതായാലും മതി കേട്ടോ. അപ്പോൾ ഇതാ ആവശ്യത്തിന് ചീസൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ കോണാണ് ചേർക്കുന്നത്. ഇത് സ്വീറ്റ് കോണാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രോസൺ ആട്ടോ. അപ്പോൾ അത് ഇനി വേവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചൂടുള്ള വെള്ളത്തിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തു. അപ്പോൾ അത് തന്നെ സോഫ്റ്റ് ആവും. അപ്പോൾ ഇതുപോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. നല്ല സോഫ്റ്റാണത്. ഇത് ഓൾറെഡി വെന്തതാണ് സംഭവം. അപ്പോൾ ഇതിങ്ങനെ ഫ്രോസൺ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതൊന്നും ഇല്ലാതെ വെറുതെ ഉള്ളിയും ക്യാപ്സിക്കും മാത്രം അല്ലെങ്കിൽ വെറുതെ ഉള്ളിയും ചീസും മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇടുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി നല്ലതാണെന്ന് മാത്രം. അപ്പോൾ ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും കോൺ ചേർക്കുക. പിന്നെ കുറച്ച് 1-2 സ്പൂണ് സവാള ചേർക്കുക. സവാള അരിഞ്ഞ് ചേർത്തു. പിന്നെ ക്യാപ്സിക്കം അതും ഇതുപോലെ തന്നെ ഒരു സ്പൂൺ ക്യാപ്സിക്കം. ഇതൊന്നും അധികം വെജിറ്റബിൾസ് കുറേ കൂടുതൽ ഇടണ്ട കേട്ടോ. അപ്പോഴും കുട്ടികൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്ക് എത്ര ആവശ്യത്തിന് വെജിറ്റബിൾസ് വെച്ചാൽ അതിടുക. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതാ വെച്ചാൽ അതിടുക. ഇനി ഇല്ലയെന്ന് വിചാരിച്ച് ഇടാതിരിക്കേണ്ട. ഞാൻ കുറച്ച് ഒരു പച്ചമുളക് ഒന്ന് സ്ലൈസ് ചെയ്ത് ഇടുന്നുണ്ട്. ഇനി ഇത് ഒലീവ്സാണ്. കുറച്ച് ഒലീവ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒലീവ്സിൻ്റെ യാതൊരു ആവശ്യമില്ല കേട്ടോ. പല ആൾക്കാർക്കും ഇതിൻ്റെ ടേസ്റ്റും ഇഷ്ടപ്പെടില്ല. എനിക്കിതിൻ്റെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാനിത് എൻ്റെ കയ്യിൽ പുതിയ ബോട്ടിൽ വന്ന കാരണം ഞാൻ ചേർക്കണമെന്നേ ഉള്ളൂ. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒലീവ്സ് ഒന്നും ചേർത്തിട്ടല്ല ഉണ്ടാക്കാറ്. ഇതില്ലാച്ചിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഉള്ള കാരണം ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. ഒരു 3-4 എണ്ണം ഇതിൻ്റെ മീതൊന്ന് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. ഗ്രീനും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ഏതാ ഇഷ്ടമുള്ള വെച്ചാൽ നമുക്ക് വാങ്ങാം. ഇതിൻ്റെ മീത് ലേശം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ ബട്ടർ ഒഴിവാക്കാം. ഒരു സ്പൂൺ ബട്ടർ ചെറുതായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ്. ഇട്ട് കൊടുക്കുക. ഇത്രേ വേണ്ടൂ. ഇതിൽ വേണ്ടത് മെയിനായിട്ട് ചീസ് വേണം. പിന്നെ നിങ്ങൾക്ക് ചീസിന് പകരം വേറെ എന്തെങ്കിലും ചേർക്കാൻ നിങ്ങൾക്ക് അറിയിച്ചാൽ അത് ചേർത്തോളൂ. പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ പിസ്സ സോസ് അതിലേതെങ്കിലും ഒന്ന്. പിന്നെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഇടുക. അതായത് പിന്നെ
സവാള, ക്യാപ്സിക്കം ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളമാണ്. ബാക്കിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഞാനിപ്പോൾ ഇതിൻ്റെ മീതെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ ഉണക്കമുളക് ഒന്ന് ചതച്ചിട്ട് ഇതിൻ്റെ മീതെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുക്കുക. നമ്മുടെ ഫ്ലേവറിനനുസരിച്ചുള്ള കുറച്ച് കുരുമുളക് പൊടി അത്രേ വേണ്ടൂ. ശരിക്കും പിസ്സയുടെ ഫ്ലേവർ കിട്ടണത് അതിൻ്റെ ആ സീസണിങ് ആണ്. അപ്പോൾ അതിൻ്റെ സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കേയുടെ പിസ്സ ഒറിഗാനോ ആണ്. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ സാധാരണ വാങ്ങാറ് കേട്ടോ. ഇത് 2-3 ഡബ്ബയായിട്ട് ഇങ്ങനെ വാങ്ങിക്കും. ഇവിടേക്ക് ഇത് പെട്ടെന്ന് കഴിയും വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇത് കറക്റ്റ് നമുക്ക് ആ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ആ ഒരു ഫ്ലേവർ കിട്ടും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ആവശ്യത്തിലുള്ളത് നമ്മളിതിൻ്റെ മീതിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്തും കുറച്ച് വേണമെങ്കിൽ ഇതിൻ്റെ മീതൊക്കെ ഒന്ന് വിതറി കൊടുക്കാം ആ സമയത്ത് കേട്ടോ. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ നമ്മൾക്ക് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനൊന്നും പ്രത്യേകിച്ച് ഒരു കണക്കൊന്നും പറയാനില്ല. 1-2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി ചീസ് അതിൻ്റെ മീതെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ട് അതിൻ്റെ മീതെ കുറച്ച് ചീസ് കൂടി മീതെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ആ ചീസ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരണം. അടച്ചിട്ട് ചീസ് മെൽറ്റ് ചെയ്തിട്ട് അടിഭാഗം ഒന്ന് ക്രിസ്പി ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഒന്ന് അടിഭാഗം ക്രിസ്പി ആയി വരണ വരെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്സയൊക്കെ റെഡിയായി. ചീസൊക്കെ നന്നായിട്ട് ഇങ്ങനെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. മീത നല്ല ഇങ്ങനെ സോഫ്റ്റായിട്ടും അടിഭാഗം അതിൻ്റെ ആ ബേസ് ഒന്ന് ഞാൻ ക്രിസ്പി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അടിഭാഗം സോഫ്റ്റ് ആയിട്ടാണെന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾ കുക്ക് ചെയ്യുക. കുറച്ച് കൂടുതൽ നേരം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് അടിഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കത്തിയുള്ള വെച്ചാൽ കത്തി കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യുക. 2 കൊണ്ടായാലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പിസ്സ കട്ടർ കൊണ്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പിസ്സ റെഡിയായി. അപ്പോൾ നമ്മൾ മൈദയൊന്നും ഇല്ലാത്ത കാരണം ബേസൊക്കെ ചപ്പാത്തി ആവുക കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പിസ്സ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ചീസിൻ്റെ ഗുണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീസ് നമുക്ക് വൈറ്റമിൻ B12 കുറവുള്ള ആൾക്കാർ, വെജിറ്റേറിയൻസിന് ചീസ് വളരെ നല്ലതാണ്. അപ്പോൾ അതാ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്